നമസ്കാരം. എൻ്റെ പേര് ശാന്തിനി പ്രദീപ്. ഞാൻ മൗണ്ട് കാർമൽ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഫോർ വിമൻ കോട്ടയം ഫസ്റ്റ് ഇയർ BEd വിദ്യാർത്ഥിനിയാണ്. ഞങ്ങളുടെ BEd കരിക്കുലത്തിൻ്റെ ഭാഗമായി ഒരു ഫോക്ക് ആർട്ടിസ്റ്റിനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ശ്രീ സരസ്വതി വിദ്യാമന്ദിർ കാരിക്കോടിൽ 25 വർഷമായിട്ട് തിരുവാതിര അധ്യാപികയായി തുടരുകയും പിന്നീട് പല വിദ്യാർത്ഥിനികളെയും പല മുതിർന്നവരെയും തിരുവാതിര അഭ്യസിപ്പിച്ച് അവരെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത രാജി ടീച്ചറിൻ്റെ വീട്ടിലാണ്. രാജി ടീച്ചറിനോട് നമുക്ക് തിരുവാതിരകളെ പറ്റി കൂടുതൽ ചോദിച്ചറിയാം. ടീച്ചറിനെ ഞാൻ ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ടീച്ചർ. നമസ്തേ. ആദ്യമായിട്ട് ഓരോ കലകൾക്കും അതിൻ്റെതായ ഐതിഹ്യങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ തിരുവാതിര കളിയുടെ ഐതിഹ്യം എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ? തിരുവാതിരയെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിൽ ഒന്ന് പരമശിവന്റെ പിറന്നാളാണ് തിരുവാതിര. അപ്പോൾ പിറന്നാളിൻ്റെ അന്ന് നമ്മൾ നല്ല ആഘോഷമായിട്ടാണല്ലോ. അപ്പോൾ അതുപോലെയുള്ള ആഘോഷങ്ങളാണ് തിരുവാതിര എന്നുള്ളത്. അതല്ലാതെ പരമശിവനെ കിട്ടാൻ വേണ്ടി ശ്രീപാർവതി തപസ് ചെയ്ത് പരമശിവൻ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ഈ തിരുവാതിരയുടെ അന്നെന്നും പറയുന്നുണ്ട്. ധനുമാസത്തിലെ തിരുവാതിരയ്ക്കാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ തിരുവാതിര കളിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അന്നത്തെ കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കി പറയാമോ? തിരുവാതിര പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 12 ദിവസം മുമ്പ് കളി തുടങ്ങും, അങ്ങനെയൊക്കെയാണ്. ഇപ്പം 7 ദിവസം മുമ്പ്, അതായത് അശ്വതിയുടെ അന്ന് മുതൽ രാവിലെ എഴുന്നേറ്റ് പുഴയിലോ അല്ലെങ്കിൽ കുളത്തിൽ പോയി എല്ലാവരും കൂടെ, അന്ന് കൂട്ടുകുടുംബമാണല്ലോ, അപ്പം അടുത്തുള്ളവരും ഒക്കെ കുളിക്കാൻ വരും. അങ്ങനെ എല്ലാവരും കൂടെ പോയി കുളിക്കാൻ പോയി കുളിച്ച് കോടിയെ ഒക്കെ കൊടുത്ത് കണ്ണെഴുതി പൊട്ട് തൊട്ട് ദശപുഷ്പമൊക്കെ ചൂടി ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെ രാത്രിയിൽ ആഘോഷമാണ്. രാത്രിയിലാണ് തിരുവാതിര കളി. അന്ന് ഉറക്കൊളയ്ക്കില്ല, കുറച്ച് സമയം കളിക്കും. അങ്ങനെ ഈ 7 ദിവസവും കളിച്ച് തിരുവാതിരയുടെ അന്നാണ് നമ്മൾ ഉറക്കൊഴിക്കലതും നൊയമ്പ് നോക്കുന്നതും അതിൻ്റെ തലേ ദിവസം മകീരത്തിന് നെട്ടങ്ങാടി നിവേദിച്ച് കഴിക്കുന്നതൊക്കെ. തിരുവാതിര കളി കേരള സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന ഒരു കലയാണല്ലോ, അതുകൊണ്ടാണ് നാടൻ കലകൾ എന്നറിയപ്പെടുന്നത്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണത് കേരള സംസ്കാരത്തെ സൂചിപ്പിക്കുന്നത്? ഈ തിരുവാതിര, ഓണം, വിഷു, തിരുവാതിര ഇത് 3 വരെ പ്രാധാന്യമാണ്. പക്ഷെ തിരുവാതിരയ്ക്ക് സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ പണ്ടത്തെ സ്ത്രീകൾക്ക് കൂട്ടുകുടുംബമായിട്ടാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് ഇന്ന് അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്നൊരു ഇതായിരുന്നല്ലോ. അവർക്ക് പുറത്തേക്ക് പോകാനോ അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഈ തിരുവാതിരയുടെ ഈ 7 ദിവസം അടുത്തുള്ള സ്ത്രീകളും വീട്ടിലുള്ളവരും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കളിക്കാനും പാടാനും ഒക്കെ ഒരു അവസരം കിട്ടുന്നത് ഈ തിരുവാതിര ദിവസമാണ്. അതെ, അത് തന്നെ. അപ്പോൾ അത് സ്ത്രീകളുടെ മാത്രം ഒരു ആഘോഷമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്ക് അതിന് മുൻഗണനയുണ്ടല്ലോ. ബാക്കി എല്ലാത്തിനും പുരുഷന്മാർക്കുണ്ടെങ്കിൽ ഈ തിരുവാതിര ദിവസം സ്ത്രീകൾക്കാണ് കൂടുതൽ മുൻഗണന. അപ്പോൾ അതുകൊണ്ട് അവർ അത് എല്ലാവരും കൂടെ ഒത്തുകൂടി, അപ്പോൾ അവർക്കൊരു വ്യായാമമാണ്, മനസ്സിന് സന്തോഷമാണ്. പാട്ടും കളിയും ഒക്കെ ആയിട്ട് നല്ല ഇതിലും അതിന് വേണ്ടിയിട്ടാണ്, അതെ, എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് തിരുവാതിര ആഘോഷിക്കുന്നതെന്ന് പറയുന്നത്. ഏതൊരു കലയും അതിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് ഒരു ആസ്വാദകന് ആസ്വദിക്കാവുന്ന രീതിയിൽ എത്തിക്കുന്നത് അതിൻ്റെ വേഷവിധാനങ്ങളാണല്ലോ. അപ്പം തിരുവാതിര കളിയിൽ നമ്മൾ യൂസ് ചെയ്ത് വരുന്ന വേഷങ്ങൾ, അതായത് ഇപ്പോൾ ഭരതനാട്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു അരങ്ങിൽ വരുമ്പോഴാണ് എല്ലാവർക്കും കാണാനായിട്ടൊരു ഭംഗി. അപ്പം തിരുവാതിരയ്ക്ക് എങ്ങനത്തെ വേഷങ്ങളാണ് യൂസ് ചെയ്യുന്നത്? തിരുവാതിരയ്ക്ക് നമ്മൾ വീട്ടിൽ കളിക്കുമ്പോൾ ഇപ്പം മുണ്ടും ബ്ലൗസും, അന്നൊക്കെ എന്ന് പറയുമ്പോൾ അത്രയല്ലേ പറ്റുള്ളൂ, അത്രേ സാധിക്കുമായിരുന്നുള്ളൂ. മുണ്ടും ബ്ലൗസും ഒക്കെ ഇട്ടിട്ടാണ് കളിക്കാറ്. ഇപ്പോൾ ദശപുഷ്പം ചൂടും. ഇപ്പോൾ പക്ഷേ കലോത്സവ വേദിയിലേക്കൊക്കെ ആയപ്പം സെറ്റും മുണ്ടും, അതെ, യൂഷ്വലി യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ദശപുഷ്പം, മുല്ലമാല, പിന്നെ ആഭരണങ്ങളൊക്കെ ഇടാം. അപ്പം അങ്ങനെ വേഷവിധാനത്തിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടല്ലോ. അതെ, അതെ, നമ്മൾ ചുമ്മാ ഒരു ഡ്രസ്സ് ഇട്ട് കളിക്കുമ്പോൾ അതിന് ഭംഗി ഉണ്ടാവില്ല. അതിൻ്റെതായ കഥകളി ചുമ്മാ കളിക്കുന്നേക്കാളും കഥകളിയുടെ വേഷം ഇട്ട് കളിക്കുമ്പോഴാണല്ലോ ഭംഗി എല്ലാവർക്കും. അതുപോലെ തന്നെ തിരുവാതിര അതിൻ്റെതായ വേഷം കളിക്കുമ്പോൾ അതിൻ്റെതായ ഭംഗിയുണ്ട്. തിരുവാതിരയിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് തിരുവാതിര പാട്ടുകൾ. അത് കേൾക്കാൻ തന്നെ നമുക്കൊരു സന്തോഷവും നല്ലൊരു രസമാണ്, ഒരു എൻജോയ്മെൻ്റ് ആണ്. അപ്പോൾ തിരുവാതിര പാട്ടുകളെ പറ്റി ഒന്ന് പറയാമോ? തിരുവാതിര പാട്ടുകളിൽ നമ്മൾ ആദ്യം ഗണപതി, സരസ്വതി, പദം, അങ്ങനെയാണ് നമ്മൾ ഓർഡർ ഉണ്ട് അങ്ങനെ പാടുന്നത്. പദം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഥകളി പദങ്ങൾ പാടാം, ഒറ്റപ്പാട്ടുകൾ പാടാം, പിന്നെ വഞ്ചിപ്പാട്ടുകൾ, കുമ്മി, പുറത്തി, അങ്ങനെ തമാശ പാട്ടുകൾ. അങ്ങനെ നമ്മൾ ഈ രാത്രി വരെ കളിക്കുമ്പോൾ, രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഉറക്കമൊന്നും വരാതിരിക്കാനായിട്ട് അതേപോലെ നല്ല ചുടിയുള്ള പാട്ടുകളൊക്കെ പാടി, തമാശ പാട്ടുകളൊക്കെ പാടിയാണ് കളിക്കുന്നത്.
തിരുവാതിര പാട്ടുകൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? അത് ഗണപതി സരസ്വതിയൊക്കെ നമ്മൾ സ്തുതികളാണല്ലോ ഗണപതി സരസ്വതിയൊക്കെ സ്തുതിക്കുന്നത്. മറ്റേ നളചരിതത്തിൽ നിന്നും അങ്ങനെ എല്ലാ കഥകളി പദങ്ങൾ, പിന്നെ ഒറ്റപ്പാട്ടുകളൊക്കെ നമ്മൾ കീർത്തനങ്ങളും ഒക്കെ നമുക്ക് പാടാം. ഏതിന്? അതെ അതെ ഇൻക്ലൂഡ് ചെയ്യാം. താളം ഉണ്ടായിരിക്കണം. പിന്നെ ഈണത്തിനേക്കാളും പ്രാധാന്യം ചുവട് വയ്ക്കുമ്പോൾ പാട്ടും കളിയും കൂടെ ഒരുപോലെ ഇരുന്നാലല്ലേ ഭംഗിയുള്ളൂ. പാട്ട് ഒരു വശത്തും കളി ഒരു വശത്തായ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് എങ്കിലും പഠിച്ചാലേ നമുക്കിത് നന്നായി കളിക്കാൻ പറ്റുള്ളൂ. തിരുവാതിരയ്ക്ക് എന്തെങ്കിലും വാദ്യോപകരണങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ? നമ്മൾ വീട്ടിൽ കളിക്കുമ്പോഴൊന്നും അങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. താളം ഇട്ടൊക്കെയാണല്ലോ നമ്മൾ കളിക്കുന്നത്. കയ്യിൽ താളം ഇട്ടാലും മതി ശരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ കൈമണി, ഇതുപോലെ കൈമണി ഉപയോഗിക്കാറുണ്ട്. പിന്നെ ശ്രുതി ബോക്സ് വെക്കാറുണ്ട് പാട്ടിന് ശ്രുതി വേണ്ടിയിട്ട്. പിന്നെ ഇടയ്ക്ക കൊട്ടിയാൽ നല്ലതാണ്. അതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ കൂടുതൽ ഭംഗി വരുത്താൻ വേണ്ടിയിട്ടാണ്. പാട്ടിന് കൂടുതൽ ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് മേളങ്ങളൊക്കെ വെച്ച് കളിക്കുമ്പോൾ അതിൻ്റേതായ ഭംഗികളുണ്ട്. പക്ഷേ കലോത്സവത്തിന് ഇടയ്ക്കൊന്നും യൂസ് ചെയ്യാറില്ല. കൈമണി, ശ്രുതിയില്ല, കൈമണി മാത്രം വെച്ചാണ് നമ്മൾ പാടാറ്. കൈമണി താളം താളം വിട്ടാനായിട്ട്. അത് ചിലരൊക്കെ ഇപ്പോൾ കൈകൊണ്ട് തന്നെ താളം ഇടുന്നുള്ളൂ. ഈ കൈമണിക്ക് പ്രാധാന്യം ഇല്ലയെന്നും പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഈ തിരുവാതിര തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ കുരവ ഇട്ടാണല്ലോ തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മൾ തിരുവാതിര ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോഴും കുരവയും ആർപ്പും ഒക്കെ വിളിക്കുന്നുണ്ട്. അപ്പം ഏതൊരു തിരുവാതിര, ഇപ്പം കലോത്സവ വേദികളിലാണെങ്കിലും അല്ലാതെ നമ്മൾ ചെയ്യുന്നത്, ഇപ്പം അമ്പലത്തിലെ ഉത്സവങ്ങൾക്ക് ചെയ്യുന്നതാണെങ്കിലും തുടങ്ങുമ്പോൾ ഒരു കുരവ ഇട്ടാണ് തുടങ്ങുന്നത്. അപ്പം തിരുവാതിര കളിയിൽ കുരവയുടെ പ്രാധാന്യത്തെ പറ്റി ഒന്ന് പറയാമോ? കുരവയ്ക്ക് പ്രാധാന്യം അതൊരു സന്തോഷത്തിന് വേണ്ടിയും, പിന്നെ നമ്മളിപ്പോൾ ആദ്യം ഒരു സ്ഥലത്തുനിന്ന് കുരവ കേൾക്കുമ്പോൾ അവിടെ തിരുവാതിര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്കൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുരവയിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കുരവിടാനൊന്നും അറിയില്ല, കൂവണ പോലെയൊക്കെ ആവും. പണ്ട് കുരവയുടെ മത്സരങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു ചില സ്ഥലത്തൊക്കെ. അപ്പോൾ അത് കുറച്ച് പാടുള്ള, നമ്മൾ ഈ ശ്വാസം പിടിച്ച് ഈ തൊണ്ട കൊണ്ടിടുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും കുരവ ഇട്ടിട്ടാണ് നമ്മൾ ഇപ്പോൾ കല്യാണങ്ങൾക്കാണെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ കുരവയും ഒക്കെ ഇടുമല്ലോ, അതുപോലെ സന്തോഷത്തിന് വേണ്ടി ഇടുന്നു, അത്രേ ഉള്ളൂ. പിന്നെ കലോത്സവ വേദിയിൽ ഒരു പ്രധാന ഐറ്റമായിട്ട് ഇപ്പം തിരുവാതിരകളി മാറിയിട്ടുണ്ട്. അപ്പം പല സ്റ്റേജുകളിലും അല്ലെങ്കിൽ കലോത്സവങ്ങളിലും ജഡ്ജായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ആളാണ് ടീച്ചർ. അപ്പം എന്തൊക്കെയാണ് അവിടുത്തെ ജഡ്ജ്മെൻറ്റ് ക്രൈറ്റീരിയാസ് വരുന്നത്? അതെ, വേഷത്തിന് പ്രാധാന്യമുണ്ട്. പിന്നെ പാട്ട്, കളിയും പാട്ടും ഒരേപോലെ ഇരിക്കണം. കാരണം പാട്ട് ഒരു വശത്തും കളി ഒരു വശത്തും ആയാൽ ശരിയാവില്ലല്ലോ. പിന്നെ താളം, പിന്നെ ചുവട്, പിന്നെ വേഷം, ചുവടുകൾ. അതായത് ഇപ്പം അത് ചുവടെന്ന് പറയുമ്പോൾ നമ്മൾ 3 ചുവട്, 4 ചുവട്, 8 ചുവട്, അങ്ങനെ ഇരട്ടിച്ച ചുവടുകൾ. അപ്പം എല്ലാവരും ഒന്നും അത് നമുക്ക് ഈ 10 മിനിറ്റിൽ കളിക്കുമ്പോൾ അതിൻ്റേതായ ഇതുണ്ടല്ലോ, സമയക്രമം ഉണ്ടല്ലോ. അതിന് മുമ്പ് തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആണ് നമ്മൾ കളിക്കുന്നത്. എന്നാലും ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. വേഷത്തിനും ചുവടിനും പാട്ടിനും കളിക്കും എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. എന്നുവെച്ചാൽ ഓവർ മേക്കപ്പ് വേണമെന്നല്ല, നല്ല വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്ത് കളിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ തിരുവാതിര കലോത്സവ വേദികളിൽ തന്നെയാണ് നമ്മളിപ്പോൾ കൂടുതലും കാണുന്നത്. ഇപ്പോൾ കലോത്സവ വേദികളിലെ തിരുവാതിരകൾ പിന്നെ ഇപ്പം പ്രാചീന കാലത്ത് നിന്നും ആധുനികവൽക്കരിക്കപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ട്. അതായത് പ്രാചീന കാലത്തെ തനതായ ആ ഒരു ശൈലി മാറി ആധുനിക രീതിയിലേക്കായി വേറൊരു ശൈലിയിലേക്ക് വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നാറ്. കാരണം ഡാൻസിൻ്റെ ഒരു സ്റ്റെപ്പ്, മാർഗംകളിയുടെ ഒരു സ്റ്റെപ്പൊക്കെ ചിലതിൽ വരുന്നുണ്ട് ഈ തിരുവാതിരയിൽ. അത് നമ്മൾ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കുഴപ്പമാണല്ലോ. ഡാൻസ് ടീച്ചർ പഠിപ്പിക്കുമ്പോൾ എത്രയായാലും ആ ഡാൻസിൻ്റെ ഒരു ഇത് വരും അതിനകത്ത്. അപ്പം അങ്ങനെ വരുന്നതാണ്. അപ്പോൾ തനതായ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു മാനുവൽ ഉണ്ടാക്കണം എന്നാണ് ഞാൻ, പഴയ തിരുവാതിര തന്നെ വേണം എന്നുള്ള രീതിയിലാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റിന് വരുന്നവർ ഡാൻസ് ടീച്ചറാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് കൊണ്ടുപോകണ ഇതിന് പ്രൈസ് കിട്ടിയെന്ന് വരില്ല. കാരണം ഡാൻസ് ടീച്ചേഴ്സ് നോക്കുമ്പോൾ അവർ നോക്കുമ്പോൾ സ്റ്റെപ്പിനല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരാറുണ്ട്. തിരിച്ചു വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ക്ലാസിക്കൽ കലകൾക്ക് കിട്ടുന്ന പ്രാധാന്യം തന്നെ നമ്മൾ തിരുവാതിര പോലുള്ള നാടൻ കലകൾക്ക് കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ടോ? കിട്ടുന്നില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ് അല്ലെങ്കിൽ ഭരതനാട്യം, മോഹിനിയാട്ടം പോലെ തിരുവാതിരയ്ക്ക് ഇപ്പം കുറച്ചെങ്കിലും ഒക്കെ വരുന്നുണ്ട്. എല്ലാത്തിനും പോയിൻ്റ് ഒരുപോലെയാണെങ്കിൽ കൂടെ തിരുവാതിരയ്ക്ക് കുറച്ച് ഇതായിട്ടാണ് എനിക്ക് തോന്നാറ്. മറ്റുള്ള ഐറ്റം പോലെയുള്ള പ്രധാന ദിവസങ്ങളിലേക്കും അല്ലെങ്കിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു. ആർക്കും സമയമില്ല, അതിൻ്റെ കുഴപ്പമായിരിക്കാം. തിരുവാതിരകളി പാട്ടുകളെ പറ്റി പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി ഏതെങ്കിലും ഒരു ഗണപതിയോ കുമ്മിയോ ഏതെങ്കിലും ഒന്ന് പാടിത്തരാവോ? ശ്രമിക്കാം. ഗണപതി 4 വരി പാടാം.
പ്രിയനന്ദനാനഗനന്ദിനി സ്നേഹസാരമേ ചിന്തളീർപ്പദമിന്നുമാശ്രയം ശ്രീമതേ സത്യധമ്മിനേ ബാലഗണപതി തൻ്റെ നർത്തനം കണ്ടു നിർവൃതി പൂകണം. ഒരു കുമ്മിപ്പാട്ടും കൂടെ പാടിത്തരാമോ? കാരണം ഇത് ഗണപതി ഫസ്റ്റ് തുടങ്ങുന്നതാണല്ലോ, സ്ലോയിൽ തുടങ്ങിയിട്ട് ലാസ്റ്റ് എത്തുമ്പം ഒരു ഫാസ്റ്റ് മൂഡാണല്ലോ. അപ്പം ഒരു കുമ്മിപ്പാട്ടും കൂടി പാടിത്തരാമോ? വീരവിരാട കേട്ടിട്ടില്ലേ? അതെല്ലാവർക്കും അറിയാവുന്നതാണ്. വീരവിരാട കുമാരവിഭോ ചാരുതര ഗുണസാഗര ഭോ മരലവണ്യ തോം തദ്ദി മരലവണ്യ നാരി മനോഹാരി തരുണ്യ ജയ ജയ ഭൂരി കാരുണ്യ വന്നിടുക ചാരത്തിക പാരിത്തി വന്നിരുത്തവരാരുത്തര സാരസ്യ സാരമറിവതി നല്ല മാരസ്യ ലീലകൾ ചെയ്വതി. ഇപ്പോൾ പലതരത്തിലുള്ള തിരുവാതിരകൾ വരുന്നുണ്ടല്ലോ. അതായത് നമ്മൾ സാധാരണ രീതിയിൽ കലോത്സവങ്ങൾക്കോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ തിരുവാതിര ദിവസം കളിക്കുന്നതോ അല്ലാതെ വേറെ തരത്തിലുള്ള കളികളുണ്ടല്ലോ. അതൊക്കെ ഏതൊക്കെയാണെന്ന് പറയാം? പണ്ട് കാലത്ത് തിരുവാതിരകളി, കൈകൊട്ടിക്കളി ഇത് രണ്ടും ഉള്ളു. കൈകൊട്ടിക്കളി നമ്മൾ ഓണത്തിന് ഓണപ്പാട്ടുകളൊക്കെ പാടി കളിക്കും. തിരുവാതിര ധനുമാസ തിരുവാതിരയ്ക്ക് വേറെ തിരുവാതിര, സാക്ഷാൽ തിരുവാതിര. പക്ഷേ ഇപ്പോൾ പിന്നൽ തിരുവാതിര, പിന്നെ കോല് വെച്ചിട്ട് തിരുവാതിര കളിക്കും. അങ്ങനെയൊക്കെ കിണ്ണം വെച്ചിട്ട്, കിണ്ണം കൈ പിടിച്ചിട്ട് ഇങ്ങനെ രണ്ട് കയ്യിൽ കിണ്ണം പിടിച്ചിട്ട് അങ്ങനത്തെ കളികളൊക്കെ കാണാറുണ്ട്. പിന്നൽ തിരുവാതിര എന്ന് പറഞ്ഞാൽ കയർ ഇങ്ങനെ മുകളിൽ കെട്ടിയിട്ട് ഓരോ കയറ് നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് ഈ ഇങ്ങനെ പ്രദക്ഷിണം ഒരു പാട്ടിന് നമ്മളത് പിന്നി ഇങ്ങനെ വരും കയറ്. അത് കഴിഞ്ഞാൽ ആ പിന്നൽ അഴിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ പുറത്ത് ഇങ്ങനെ വരുമ്പോൾ അഴിയും. അങ്ങനെയാണ് പിന്നൽ തിരുവാതിര. ഇപ്പൊ ഈ മെഗാ തിരുവാതിരകൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ടൈമാണല്ലോ. അപ്പൊ അതിനെപ്പറ്റി മെഗാ തിരുവാതിര എന്ന് പറഞ്ഞാൽ 100-200 പേര്, അതൊക്കെ എനിക്ക് ഒരു പ്രഹസനമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇത്രയും പേരെ വെച്ച് ചെയ്യുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. 10-12 പേര് കൂടുതൽ കളിക്കുമ്പോൾ എന്നാലും എല്ലാവരും കൂടെ ഒരേപോലെ സെറ്റപ്പ് കൊടുത്ത് കളിക്കുമ്പോൾ ഭംഗിയുണ്ട്. അത്രേ ഉള്ളൂ. നമ്മുടെ പണ്ടത്തെ ആ ഒരു രീതി അത് ഇത്രയൊന്നും ഒരുപാടൊന്നും കളിക്കാൻ പറ്റില്ലല്ലോ. മെഗാ തിരുവാതിര 5 മിനിറ്റ് കൂടുതലൊന്നും കളിക്കാൻ പറ്റില്ല നമുക്ക്. എല്ലാവരും കൂടി ആകുമ്പോഴേ ഇത്രയും പേരെ ഒരുമിച്ച് കിട്ടി പ്രാക്ടീസ് ചെയ്യാനൊന്നും നമുക്ക് സ്ഥലവും സമയമൊന്നും ഉണ്ടാവില്ലല്ലോ. ആ ഒരു സ്പോട്ടിൽ കളിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ തിരുവാതിര കളിയുമായി ബന്ധപ്പെട്ട് ടീച്ചറിൻ്റെ ഒരു അവസ്മരണീയ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു മൊമെന്റ് പറയാമോ? എനിക്ക് കുട്ടിക്കാലത്തെ ഭയങ്കര അനുഭവങ്ങളായിരുന്നു. കാരണം ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുള്ള ആ തിരുവാതിര. കാരണം എൻ്റെ വീട്ടിൽ ഞാനൊരു കൂട്ടുകുടുംബത്തിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ആഘോഷിച്ചിരുന്നു. വന്ന് അടുത്തുള്ളവരൊക്കെ വരും, അടുത്തുള്ള ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ വരും. അങ്ങനെ എൻ്റെ വീട്ടിൽ വെച്ച് ഉള്ള ആ ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം അമ്മയൊക്കെ പറഞ്ഞു തന്നേക്കുന്ന കാര്യങ്ങളെ അങ്ങനെ അത് പിന്നെ കുറച്ച് നാളത്തേക്ക് അത് ബ്രേക്കായി പോയി. അങ്ങനെ വന്നു. പിന്നെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. അവിടെ ചെന്ന് കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും അവിടുത്തെ ടീച്ചേഴ്സിനെ പഠിപ്പിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകാറുണ്ട്. ഈ പിന്നൽ തിരുവാതിരയൊക്കെ തന്നെ ആദ്യം കുറച്ചേ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവിടെ അവതരിപ്പിക്കാൻ പറ്റി. പിന്നെ കുട്ടികളെ കലോത്സവങ്ങൾക്ക് കൊണ്ടുപോയി, CBSE കലോത്സവത്തിന് കൊണ്ടുപോയി ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. കാരണം തിരുവാതിര ഞാൻ പഠിച്ചിട്ടില്ല. ഇത് കണ്ടുള്ള ചെറുപ്പത്തിലേ മുതൽ ഇങ്ങനെ കണ്ടു വളർന്നിട്ടുള്ള ഒരു ഇതിലാണ്. അല്ലാതെ ശാസ്ത്രീയമായിട്ടൊരു ഗുരുവിൻ്റെ അടുത്ത് തിരുവാതിര പഠിച്ചിട്ടില്ല. അപ്പം അങ്ങനെ നമുക്കിങ്ങനെ പ്രൈസ് കിട്ടുമ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അത്രേ അങ്ങനെ സന്തോഷം ഉണ്ടാവാറുണ്ട്. ഈ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഈ തിരുവാതിരയുടെ ആ ഒരു ആഘോഷത്തെ പറ്റിയോ ഒന്നും അറിയില്ലല്ലോ. ആ ഒരു എൻജോയ്മെന്റ് ഒന്നും കിട്ടുന്നില്ല. ആക്ച്വലി എന്താണെന്ന് പോലും ഇപ്പൊ സത്യം പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ മാറി ഒരു ടെക്നിക്കൽ വേൾഡിലേക്കായി പോയി. അത് ഒന്നാമതെ കൂട്ടുകുടുംബത്തിലല്ല ആരും താമസിക്കുന്നത്. ഒറ്റ അച്ഛനും അമ്മ, ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി ഇത്രയല്ലേ ഒരു വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ പണ്ടത്തെ പോലെ ഒരു കൂട്ടുകുടുംബത്തിലൊക്കെ താമസിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പം തന്നെ അടുത്തുള്ള ആളെ പോലും അറിയില്ലാത്ത ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ പിന്നെ കുറച്ചെങ്കിലും നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് സ്കൂളുകളിൽ നിന്നാണ്. ഇങ്ങനെയുള്ള മത്സരങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഗ്രേസ് മാർക്ക് ഉള്ളത് കൊണ്ട് പിന്നെ അതും എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ പറ്റില്ലല്ലോ. മത്സരങ്ങൾക്ക് കൃത്യ എണ്ണമൊക്കെ ഉണ്ടല്ലോ, അതനുസരിച്ചല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ സ്കൂളുകളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ചിലരൊക്കെ ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. ഇത് അങ്ങനെ തന്നെ തുടർന്ന് പോകാമെന്നുള്ളതൊക്കെ ചെയ്യുന്നവരും ഉണ്ടാവും. കുറച്ച് പേരൊക്കെ ഉണ്ടാവും.
അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോട് തിരുവാതിരയെ പറ്റി പറഞ്ഞു തരികയും ഒരുപാട് കാര്യങ്ങൾ ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നു. ടീച്ചറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും തിരുവാതിര എന്നുള്ള രീതിയിൽ ടീച്ചറിന് ഒരുപാട് അതിൽ എക്സൽ ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് പേർക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ടീച്ചർ. തമ്പുരാന്റെ മകനൊറ്റ കൊമ്പനുണ്ണി തമ്പുരാനെ വിടുന്നേ ഞാൻ. വിളിത്തല്ലണിയുന്ന തമ്പുരാന്റെ മകനൊറ്റ കൊമ്പനുണ്ണി തമ്പുരാനെ വിടുന്നേ ഞാൻ. ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ തകതൈതൈതോ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ തകതൈതൈതോ.